അത്യാവശ്യം നല്ല പടവും എനിക്കിഷ്ടപ്പെട്ടു. മറ്റുള്ളവരറിയില്ല, നല്ലൊരു പടവും, കോമഡി പടവും. ഫസ്റ്റ് അവസാനം വരെ ഘടിപ്പിക്കാതെ ഇരുത്തി പടം കാണാൻ പറ്റുന്നുണ്ട്. ദേവാൻ ഷാജി മജീദ് സാറിൻ്റെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ഡയറക്ഷനാണ്. പുള്ളി സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യം. പക്ഷേ നല്ലൊരു പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പിന്നെ ഒരുപാട് കാലം ഈ അശോകൻ്റെയും സുധീഷിൻ്റെയും മനോജ് കെവിൻ്റെയൊക്കെ ഒരു കൂട്ടിയിട്ട് ആൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള നല്ലൊരു പടമാണ്. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ലാസ്റ്റ് തീർന്നിട്ട് ഇറങ്ങിക്കോളാമെന്നുള്ള അത്ര നല്ലൊരു കോമഡിയാണ്. എല്ലാവരും തകർത്ത് അഭിനയിച്ചത്. നന്നായിട്ട് കോമഡിയാണ്. അതെ അതെ നന്നായിട്ട് എനിക്ക് എന്തായാലും കോമഡിയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് വരുന്നു. നമ്മൾ മലയാള സിനിമ ഇടയ്ക്ക് മിസ്സായി പോകണം. നമുക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്ന രീതിയിലുള്ള ഒരു കോമഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കോമഡിയിൽ ഞെട്ടിച്ച് ശരിക്കുള്ള സുധീഷാണ്. സുധീഷ് ഉടനീളം തകർത്ത് ആടിയ സിനിമ ആണെന്ന് പറയാം. അതുപോലെ തന്നെ വിനീതിനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂജനും 90s നമ്മുടെ താരങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഒരു നല്ല കോമഡി വൈലുള്ള ചിത്രമാണ് തീരുന്നത്. പർവ്വം എന്ന് പറയുന്ന സിനിമ റൈറ്റ് ചെയ്തിട്ടുള്ള ദേവത്ത് എന്ന് പറയുന്ന റൈറ്ററാണ്. അദ്ദേഹം ഡയറക്ടർ സിനിമ തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഹാഫാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, പക്ഷേ ഫുള്ള് കോമഡിയാണ് ഈ പടം. ഇതൊരു ഞാൻ പറഞ്ഞില്ല ഒരു കോളേജ് റീയൂണിയൻ, ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ റീയൂണിയനാണ് സിനിമ. ഇത് അശോകൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, ഇതൊരു നല്ല താരനിര തന്നെയാണ്. എന്തായാലും ഈ സിനിമ കണ്ടിരിക്കാം. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡയറക്ഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, കിട്ടിലാണ്. എന്തായാലും നല്ല പടമാണ്. നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് ഈ അടുത്ത് ഇറങ്ങിയതിലുള്ള ഏറ്റവും നല്ല ഒരു സിനിമ ഇത് തന്നെയാണ്. ധീരൻ എന്നുള്ള മൂവി തന്നെയാണ്. എനിക്ക് ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ കാണിച്ച ധീരതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും സിനിമ നമുക്ക് തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കുടുംബസമേതം വന്ന് കാണാം. അടിപൊളിയാണ്. അശോകനൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിലോ മനോജ് കെ ജയൻ ചേട്ടനായാലും നമ്മുടെ സുധീഷ് ചേട്ടനായാലും പിന്നെ ജഗദീഷ് ചേട്ടനായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വിനീതേട്ടൻ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവ് ആയാലും നായികയായാലും എല്ലാവരും, ശബരീഷ് വർമ്മ, അഭിരാം, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഹിറ്റ് ചിത്രം തന്നെയാണ്. നല്ല എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ഇത് സംവിധാനം ചെയ്ത നമ്മുടെ ഭീഷ്മപർവ്വത്തിൻ്റെ തിരക്കഥാകൃത്ത് ദേവദത്ത് ഷാജിക്ക് എല്ലാവിധ ആശംസകളും. നല്ലൊരു സംവിധായകൻ.